അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൈവശമുണ്ടോ? പേടിക്കണ്ട, അതിന് പരിഹാരവും ഉണ്ട്. ധാരാളം പരിഹാരങ്ങളുണ്ട്. നമ്മൾ കൊടുക്കുന്ന ചൂർണം കൊണ്ട് തന്നെ പലർക്കും ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിലൂടെയോ പാനീയങ്ങളിലൂടെയോ മറ്റോ അറിവില്ലാത്ത നൽകുന്ന വിഷപ്രയോഗമാണ് ഈ കൈവിഷപ്രയോഗം എന്ന് പറഞ്ഞാൽ. അത് തരുമ്പോൾ ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ പാനീയത്തിലായിരിക്കും തരിക, ചിലപ്പോൾ ഭക്ഷണത്തിലായിരിക്കും തരിക, അല്ലെങ്കിൽ മധുര പലഹാരങ്ങളിലായിരിക്കും തരിക, മിഠായിലായിരിക്കും തരിക. നമുക്ക് അത് അറിയില്ല. അതിൻ്റെ കൂട്ടുകളൊക്കെ നമ്മൾ നോക്കിയാൽ വളരെ വെറുക്കപ്പെടുന്ന കൂട്ടുകൾ ചേർത്തിട്ടാണ് ആ മരുന്നുകൾ നിർമ്മിക്കുന്നുള്ളത്. ഈ കൈവിഷം ബാധിച്ചാൽ മാനസികമായി വലിയ അസ്വസ്ഥതകൾ അയാൾക്കുണ്ടാകും. ഒരുപാട് ലക്ഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന ശരീരത്തിലെ ക്ഷീണങ്ങൾ, നിരന്തരമായി വയറിൽ അസ്വസ്ഥതകൾ വരിക, മലബന്ധം അധികരിക്കുക, എപ്പോഴും മാനസികമായ പിരിമുറുക്കമുണ്ടാകുക, അതുപോലെ തന്നെ ഛർദിയും വാക്കാനവും വയറുവേദനയും കൂടിക്കൂടി വരിക, അതിൻ്റെ മരുന്ന് കഴിച്ചാൽ പോലും മാറ്റം കാണാതിരിക്കുക, അമിതമായ കോപവും ദേഷ്യവും ഉണ്ടാകുക, വീട്ടിൽ ആരെ കണ്ടാലും ആകൂല, ഭാര്യനെ കണ്ടാലാകൂല, ഭർത്താവിനെ കണ്ടാലാകൂല, മക്കളെ കണ്ടാലാകൂല, അവരോടൊക്കെ വെറുപ്പും ദേഷ്യവും വർദ്ധിച്ചു വരിക, അതുപോലെ തന്നെ മാറാത്ത വയറുവേദന, തലവേദന, ഇങ്ങനെ തുടങ്ങിയ പല ലക്ഷണങ്ങളും ഈ കൈവിഷം ബാധിച്ചവരിൽ ഉണ്ടാകും. ഇനി പറയപ്പെട്ടതൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കൈവിഷമാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഇനി കൈവിഷമാണെങ്കിൽ അതിനിക്ക് നമ്മുടെ കൈവിഷ പരിഹാര ചൂർണം ഉണ്ട്. ആവശ്യക്കാർ മാത്രം ബന്ധപ്പെടുക, അല്ലാത്തവർ എൻ്റെ ഈ വീഡിയോ കാണേണ്ട ആവശ്യമേ ഇല്ല. ഇതൊരു കാശിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചാനലും അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക, അല്ലെങ്കിൽ തട്ടിപ്പോവുക. ഈ ചൂർണം പാലിൽ ചേർത്ത്, രാവിലെ പച്ചപ്പാലിൽ ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു ആത്മീയമായ മന്ത്രമുണ്ട്. പൈശാചികമായ നിലക്ക് സംഭവിച്ച കൈവിഷത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, നമ്മളറിയാത്ത ഗൗരവമായി പള്ളയിൽ നിൽക്കുന്ന കൈവിഷ വിഷങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ മന്ത്രമുണ്ട്. അത് മന്ത്രിച്ച് ആ മരുന്ന് വിശ്വാസികൾക്ക് കഴിക്കാവുന്നതാണ്. ഒരു 3 ദിവസം കഴിക്കുക, അല്ലെങ്കിൽ ഒരു 7 ദിവസം കഴിക്കുക, കുഴപ്പമില്ല. കഴിച്ചാൽ നമുക്ക് വലിയ മാറ്റമുണ്ടാകും. സാധാരണ നിലക്ക് ചെറിയ രൂപത്തിലാണെങ്കിൽ ഒരു 3 ദിവസം കഴിച്ചാൽ മതി. ഇനി കുറേ പഴക്കമുണ്ടെങ്കിൽ ഒരു 7 ദിവസം കഴിക്കുമ്പോഴേക്ക് തന്നെ നല്ല മാറ്റമുണ്ടാകും. പിന്നെ കുറച്ച് ദിവസം മന്ത്രിച്ച വെള്ളം കുടിക്കുക. ഈ മരുന്ന് കഴിക്കുന്ന ദിവസങ്ങളിൽ കഴിക്കാൻ തുടങ്ങുന്ന ഒരു ദിവസം മുമ്പ് തന്നെ മീൻ, മുട്ട, ഇറച്ചി പോലത്തെ മാംസാഹാരികൾ ഒഴിവാക്കുക. തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടുക. എല്ലാ കൈവിഷങ്ങളിൽ നിന്നും അതിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആവശ്യക്കാർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അവർക്ക് കൊറിയർ മുഖേന നമ്മളെ ചൂർണം അയച്ചു കൊടുക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.